സാറേ 3 ദിവസമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് വാർത്ത എന്താണ് ഇപ്പം? അതായത് ഈ എണ്ണ കേന്ദ്രങ്ങൾ ആദ്യത്തെ ആക്രമണങ്ങളിൽ 2 രാജ്യങ്ങളും ഒഴിവാക്കിയിരുന്നു. കാരണം എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അത് ആഗോള തലത്തിൽ മറ്റ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്നതാണത്. കാരണം മറ്റ് രാജ്യങ്ങൾക്കും എണ്ണ ആവശ്യമുണ്ടല്ലോ. ഇറാനിൽ നിന്നും ചില രാജ്യങ്ങളൊക്കെ കള്ളക്കടത്ത് വഴിയും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ചൈന പോലെയുള്ള രാജ്യങ്ങളുമൊക്കെ കുറവാണിപ്പോൾ. എന്നാലും പക്ഷേ ഈ ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ എണ്ണ കൊണ്ടുപോകുന്നുണ്ടല്ലോ മറ്റ് സ്ഥലങ്ങളിലേക്ക്. അവർക്ക് ഹോർമുസ് കടലിടുക്കാണ് എളുപ്പവും, ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഇനിയിപ്പോൾ ആ എണ്ണ ഉൽപ്പാദനം തന്നെ അവസാനിക്കുന്ന വിധത്തിൽ എണ്ണ കേന്ദ്രങ്ങൾ, ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ആക്രമിച്ച് തകർത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാടം തന്നെ ആക്രമിച്ചിരിക്കുന്നു. 3 എണ്ണ കേന്ദ്രങ്ങൾ ഇപ്പോൾ ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അതായത് അതിൽ 2 എണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളാണ്. ഒരെണ്ണം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ്. അപ്പോൾ തെക്കൻ ബുഷർ ആ മേഖലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സൗത്ത് പാഴ്സ് നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് എന്ന് പറയുന്നത്. തെക്കൻ പാഴ്സിലെ ഗ്യാസ് ഫീൽഡ് എണ്ണപ്പാടം, അത് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അത് ആക്രമിച്ചിരിക്കുന്നു. 2 ഷഹ്റാൻ ഓയിൽ ഡിപ്പോ അത് ആക്രമിച്ചിരിക്കുന്നു. അപ്പോൾ പാഴ്സ് ആക്രമിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ലോകത്തിലെ എണ്ണപ്പാടം നാച്ചുറൽ ഗ്യാസ് അത് ആക്രമിച്ചിരിക്കുന്നത് മിനിയേച്ചർ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ്. എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തേതായിട്ട് ഫജർ ഗ്യാസ് റിഫൈനിങ് കമ്പനി, ഒരു എണ്ണ ശുദ്ധീകരണശാല ഫജറിൽ ജാം ഗ്യാസ് റിഫൈനറിങ് കമ്പനി. ഈ 3 എണ്ണ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർത്തിരിക്കുന്നു. അപ്പോൾ മിസൈൽ അയച്ചാൽ, അതായത് ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയാൽ ഇറാനിലെ റിഫൈനറികളും ആക്രമിക്കും എന്ന് ഇസ്രയേൽ നേരത്തെ പറഞ്ഞിരുന്നു. നെതന്യാഹു അത് വ്യക്തമാക്കിയിരുന്നതാണ്. ഞങ്ങളുടെ നേരെ മിസൈൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണപ്പാടങ്ങൾ, എണ്ണ കേന്ദ്രങ്ങൾ, റിഫൈനറികൾ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ നദാൻസ് ആക്രമിച്ച കാര്യം, ആണവ നിലയം ആക്രമിച്ച കാര്യം ആദ്യത്തെ ദിവസം തന്നെ പുറത്തു വന്നിരുന്നല്ലോ. പക്ഷെ അന്ന് തന്നെ മറ്റേ ഖോം മലയിലെ ഫാർദോ ആണവ നിലയവും ആക്രമിച്ചിരുന്നു. അത് പക്ഷേ ആക്രമണം വിജയിച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല ഫാർദോ. അപ്പോൾ ഇറാൻ പറയുന്നത് ഫാർദോയിൽ നിന്നുള്ള ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ, ആണവ പദാർത്ഥം, അത് ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊക്കെ ഒരു 9 അണുബോംബ് ഉണ്ടാക്കാവുന്ന വിധത്തിൽ സമ്പുഷ്ടീകരണം ഇറാനിൽ നടന്നിരുന്നു. അപ്പോൾ ഫാർദോ തകർത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ഈ ആണവ പദ്ധതിയെ ഇസ്രയേൽ ആക്രമണം ബാധിച്ചിട്ടില്ല. അപ്പോൾ അത്രയും നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണം വിജയകരമല്ല. ആണവ പദ്ധതി ബ്രേക്കായില്ല, തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വേറെയും ആണവ കേന്ദ്രങ്ങൾ ഇന്ന് പുലർച്ചെ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ആക്രമിച്ചിട്ടുണ്ട്. അത് ടെഹ്റാനിൽ ഡിഫൻസ് മിനിസ്ട്രി ആൻഡ് ദ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസ് ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന കേന്ദ്രം അത് ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് SPND ന്യൂക്ലിയർ പ്രോജക്റ്റ്, അത് ആണ് ഈ പറയുന്നത്. ഈ SPND ന്യൂക്ലിയർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SPND എന്നുള്ളത് അവരുടെ ഭാഷയിലെ മറ്റേ ഷോർട്ട് ഫോമാണത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ എടുക്കുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസ് ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച്, അത് ആണവ കേന്ദ്രമാണത്.
ഈ SPND ആണവ പദ്ധതിയുടെ ആസ്ഥാനം ആക്രമിച്ചിരിക്കുന്നു ടെഹ്റാനിൽ. ടെഹ്റാൻ ഒരു ആണവ കേന്ദ്രമായിരുന്നല്ലോ, ആണല്ലോ. അപ്പോൾ ഇത് അമേരിക്കയിൽ DARPA എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് ഡിഫൻസ് ആംഡ് പ്രോജക്റ്റ് ഏജൻസി എന്ന് പറയുന്നത്. ആ ഏജൻസി പോലെയുള്ള സ്ഥലമാണ് ഈ SPND ന്യൂക്ലിയർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആണവ പദ്ധതികളിലെ ഏറ്റവും ആധുനികമായ ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥലമാണത്. ആണവ പദ്ധതികളിൽ തന്നെ ഏറ്റവും ആധുനികമായത്, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയാവുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ആണവ കേന്ദ്രം കൂടി ആക്രമിച്ചിട്ടുണ്ട്. തകർന്നിട്ടുണ്ടോ വിജയിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ആക്രമിച്ചിട്ടുണ്ട്. കാരണം എണ്ണ കേന്ദ്രങ്ങളുടെ കൂടെ വരുന്നതാണിത്. അത് ആക്രമിച്ച് വേറെയും ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. അതിൽ ടെഹ്റാനിലെ ആണവ കേന്ദ്രം പെടും എന്നുള്ളത്. ഫാർദോ ഞാൻ കുറച്ചുകൂടി പറയാം. ഫാർദോ ആക്രമണം ഭാഗികമായി നടപ്പായിട്ടുള്ളൂ. ഇത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് നടപ്പായിട്ടുണ്ടാവാം ടെഹ്റാനിലത്തത്. ഈ കേന്ദ്രം SPND ആണവ കേന്ദ്രം ഈ ടെഹ്റാനിലെ ഇത് ആണവ ശാസ്ത്രജ്ഞൻ മൊഹ്സിൻ ഫക്രിസാദെ തുടങ്ങി വെച്ചതാണ്. ഈ മൊഹ്സിൻ ഫക്രിസാദയെ പറ്റി നമ്മൾ മുമ്പ് ഈ ഇസ്രയേലും ഇറാനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയ കാര്യം പ്രത്യേകം ഞാൻ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ മൊഹ്സിൻ ഫക്രിസാദയെ കൊലപ്പെടുത്തിയ കാര്യം ഇസ്രയേൽ പറഞ്ഞിരുന്നു. ആ മാഗ്നറ്റിക് ബോംബൊക്കെ വെക്കുന്നതൊക്കെ ഓർക്കുന്നില്ല? ഡോറിൽ കൊണ്ട് ഘടിപ്പിക്കുന്നു, എന്നിട്ട് പിന്നെ പൊട്ടിത്തെറിക്കുന്നു ഇവർ കാർ എടുക്കുമ്പോൾ. അങ്ങനെ 2020 നവംബർ 26 ആണ് ഈ മൊഹ്സിൻ ഫക്രിസാദെ എന്ന് പറഞ്ഞ ആണവ ശാസ്ത്രജ്ഞനെ കൊന്നത്. അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതിയാണ് ഈ SPND. ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും 3 ആണവ ശാസ്ത്രജ്ഞന്മാരെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 6 കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പം 3, 9 ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് അലി ബക്കി കരീമി. അദ്ദേഹം മെക്കാനിക്കൽ കാര്യങ്ങൾ നോക്കുന്നതാണ്. പിന്നെ മൻസൂർ അസ്ഗരി ഫിസിസിസ്റ്റാണ്. പിന്നെ സയ്യിദ് ബിർജി മെറ്റീരിയൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആളാണ്. അപ്പോൾ 3 ആണവ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇസ്രയേൽ വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ആണവ കേന്ദ്രങ്ങൾ തകർക്കുക തന്നെയാണ് ലക്ഷ്യം, അല്ലേ? അതായത് ഈ ആക്രമണങ്ങൾ തീർന്നിട്ടില്ല. മറ്റതിൻ്റെ കാര്യത്തിൽ ഈ മലയുടെ ഉള്ളിൽ ആയതുകൊണ്ട് കുറച്ചുകൂടി അമേരിക്കയുടെ ഇടപെടൽ കൂടി വേണ്ടി വരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മറ്റേ ബോംബറുകളില്ലേ, ഡിഗോ ഗാർഷ്യയിലെ ബോംബറുകൾ വന്നിട്ടില്ല. അപ്പം സംഘർഷം ഇനിയും തുടരുമെന്നർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.